യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം കർത്താവിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കരുത് എന്നതാണ്. നമുക്കറിയാം, യേശു ക്രിസ്തു പൂർണ്ണ ദൈവമാണ്, പൂർണ്ണ മനുഷ്യനുമാണ്. അതുകൊണ്ട് തന്നെ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ മനുഷ്യർ അനുഭവിച്ചിരുന്ന വേദനകളിലൂടെ എല്ലാം അവിടെ നിന്ന് കടന്നുപോയി. മനുഷ്യർ കരയുന്നത് പോലെ അവിടെ നിന്ന് കരഞ്ഞു, മനുഷ്യർക്ക് വിശക്കുന്നത് പോലെ അവിടത്തേക്ക് വിശന്നു, ദാഹിച്ചു, ഒക്കെ അവിടെ നിന്ന് അനുഭവിച്ചു. ജെറുസലേമിനെ നോക്കി ഒരിക്കൽ യേശു കരയുന്ന പോലുമുണ്ട്. ജെറുസലേം, ജെറുസലേം, തള്ളക്കോഴി തൻ്റെ ചിറകിൻ്റെ കീഴിൽ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിച്ചതുപോലെ നിന്നെ ഞാൻ എൻ്റെ മാറോട് ചേർത്ത് പിടിക്കാൻ എത്രയോ ആഗ്രഹിച്ചു. കർത്താവ് കരയുകയാണ്. കർത്താവിൻ്റെ ഹൃദയത്തിൽ പലപ്പോഴും വേദന ഉണ്ടായിട്ടുണ്ട്. പീഡാസകനവും കുരിശുമരണവും കർത്താവിന് വലിയ വേദന നൽകുക തന്നെ ചെയ്തു. എന്നാൽ നമ്മുടെ മുൻപിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഇതല്ല. കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവിന് ഇനി വേദനയുണ്ടോ ഇല്ലയോ? ഇതാണ് അനേകർ ചോദിക്കുന്ന ചോദ്യം. മഹത്വത്തിൽ പ്രവേശിച്ച കർത്താവിന്, പിതാവിൻ്റെ ഗ്ലോറിയിലേക്ക് പ്രവേശിച്ച കർത്താവിന്, തേജസ്സിലേക്കും മഹത്വത്തിലേക്കും കാലെടുത്ത് വച്ചു കഴിഞ്ഞ കർത്താവിന് ഇനി വേദനിക്കാൻ സാധിക്കുമോ? പത്മോസിന്റെ ദ്വീപിൽ യോഹന്നാൻ കാണുന്ന കർത്താവ് മഹത്വത്തിന്റെ കർത്താവാണ്. രാജാക്കന്മാരുടെ രാജാവായിട്ടാണ് യേശുവിനെ യോഹന്നാൻ കാണുന്നത്. അതിനാൽ തന്നെ കർത്താവിന് ഇപ്പോൾ വേദനിക്കുമോ ഇല്ലയോ? പ്രിയപ്പെട്ടവരെ, തിരുവചനങ്ങൾ തന്നെ ഇതിന് ഉത്തരം തരട്ടെ. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ദൈവത്തിന്റെ വചനമോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. അപ്പോൾ യേശുവിന് വേദനിക്കുമോ ഇല്ലയോ? എന്താണ് ബൈബിൾ പറയുന്നത്? അപ്പോസ്തല പ്രവർത്തനം 22-ാം അധ്യായത്തിൽ പൗലോസിന്റെ മാനസാന്തരത്തെ പറ്റി പരിശുദ്ധാത്മാവ് വളരെ മനോഹരമായിട്ട് വർണ്ണിച്ചിരിക്കുന്നു. ഡെമാസ്കസിലേക്കുള്ള റോഡിൽ സഭയെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി സ്ത്രീകളെയും കുട്ടികളെയും പീഡിപ്പിച്ചുകൊണ്ടിരുന്ന പൗലോസ് കൂടുതൽ തീക്ഷ്ണമായ പീഡനത്തിന് വേണ്ടി അധികാരികളുടെ അംഗീകാരവും വാങ്ങിച്ച് ഡെമാസ്കസിലേക്ക് പോകുമ്പോൾ, സഭയുടെ പാരമ്പര്യം പറഞ്ഞത് അദ്ദേഹം കുതിരപ്പുറത്ത് പോകുമ്പോൾ എന്നാണ്. ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടില്ല എങ്കിലും നമുക്കത് വിശ്വസിക്കാൻ വഴിയുണ്ട്. കാരണം വളരെ ദൂരേക്കുള്ള ഒരു യാത്രയാണ്. ആ യാത്രയിൽ അദ്ദേഹം പോകുമ്പോൾ കർത്താവിൻ്റെ മിന്നലുള്ളി അദ്ദേഹത്തിൻ്റെ മേൽ പതിച്ചു. അദ്ദേഹം നിലംപതിച്ചു. താഴെ വീണ പൗലോസ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, കർത്താവേ, അങ്ങ് ആരാണ്? അതിന് കർത്താവ് കൊടുക്കുന്ന മറുപടി ശ്രദ്ധിക്കുക. 22-ാം അധ്യായം 8-ാം തിരുവചനം. കർത്താവ് കൊടുക്കുന്ന മറുപടി ഇതാണ്, സാവൂൾ, സാവൂൾ, നീ എന്തിനെ എന്നെ പീഡിപ്പിക്കുന്നു? കർത്താവേ, അങ്ങ് ആരാണ്? നീ പീഡിപ്പിക്കുന്ന നസറായനായ യേശുവാണ് ഞാൻ. ഐ ആം ജീസസ് ഓഫ് നാസറത്ത്. നസറത്ത് എന്ന് പറയുന്ന ഒരു കുഞ്ഞു ഗ്രാമത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആശാരിയായി ജീവിച്ചിട്ട് 3.5 വർഷക്കാലം സുവിശേഷം പ്രസംഗിച്ച് അതിൻ്റെ ഒടുവിൽ പീഡാസകനവും കുരിശുമരണവും ഏറ്റുവാങ്ങി പിതാവിനെ മഹത്വപ്പെടുത്തി മരണത്തെ ഏറ്റുവാങ്ങി 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശുവാണ് ഞാൻ. എന്നാൽ പ്രിയപ്പെട്ടവരെ, യേശു തന്നെ വെളിപ്പെടുത്തുന്നത് നസറായനായ യേശുവെന്നാണ്. സ്വർഗത്തിലെ യേശുവെന്നല്ല പറയുന്നത്, മഹത്വത്തിലിരിക്കുന്ന യേശുവെന്നല്ല പരിചയപ്പെടുത്തുന്നത്, പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന യേശുവെന്നല്ല പരിചയപ്പെടുത്തുന്നത്. പകരം ആ നസറത്തിലെ യേശുവാണ് ഞാൻ, ജീസസ് ഓഫ് നാസറത്ത്. നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? നീ എന്തിനെന്നെ വേദനിപ്പിക്കുന്നു? എനിക്ക് വേദന എടുക്കുന്നു പൗലോസ്, എനിക്ക് മുറിയുന്നു പൗലോസ്, എനിക്ക് പീഡനം അനുഭവിക്കുന്നു പൗലോസ്, എനിക്ക് നൊമ്പരം അനുഭവിക്കുന്നു, ഞാൻ മുറിയപ്പെടുന്നു, എന്നിൽ വേദനയുണ്ടാകുന്നു. നീ എന്തിനാണ് എന്നെ വേദനിപ്പിക്കുന്നത്? ഞാൻ ആ നസറത്തിലെ യേശു തന്നെ. ഇതിൽ കൂടുതൽ ഒരു തെളിവ് നമുക്ക് ബൈബിളിൽ വേണമോ പ്രിയപ്പെട്ടവരെ? ഇതിൽ കൂടുതൽ ഒരു അടയാളത്തിന്റെ ആവശ്യം നമുക്കുണ്ടോ? ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു, നസറത്തിലെ യേശുവാണ് ഞാനെന്ന് പൗലോസിനോട് കർത്താവ് മറുപടി പറയുന്നതിലൂടെ, നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്തിനെന്നുള്ള ചോദ്യത്തിലൂടെ ഇന്നും മനുഷ്യവർഗത്തെ നോക്കി വേദനിക്കുന്ന യേശുവിനെ ബൈബിൾ വരച്ച് കാണിക്കുന്നുവെന്ന് പരിശുദ്ധ പിതാവ് പറയുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിനെ ഇന്ന് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് സുവിശേഷ വിരോധികൾ അല്ല, സുവിശേഷത്തെ എതിർക്കുന്നവർ അല്ല, സുവിശേഷത്തിന് പുറംതിരിഞ്ഞ് നിൽക്കുന്നവർ അല്ല.
ഇതൊക്കെ കർത്താവിനെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും അതിനേക്കാൾ അധികമായി കർത്താവിനെ വേദനിപ്പിക്കുന്നത് ഞാനും നിങ്ങളുമാണ്. യേശുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളായ നമ്മളാണ് ഇന്ന് കർത്താവിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. യേശുവിന് ഏറ്റവും കൂടുതൽ നൊമ്പരം കൊടുക്കുന്നത് യേശുവിൽ വിശ്വസിക്കുന്നവരാണ്. വചനത്തിലൂടെ നമുക്ക് കടന്നു പോകാം. കർത്താവിനെ ഇന്നും വേദനിപ്പിക്കുന്നത് എന്താണ്? ഒന്ന്, നമ്മുടെ തന്നെ പാപമാണ്. ഹെബ്രായ ലേഖനം 6-ാം അധ്യായം 6-ാം തിരുവചനം പറയുന്നു, യേശു ക്രിസ്തുവിനെ അറിഞ്ഞവർ വീണ്ടും വീണ്ടും പാപം ചെയ്യുമ്പോൾ കർത്താവായ യേശുവിനെ കുരിശിൽ തറയ്ക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ വചനം നമ്മൾ എത്രയോ ശ്രദ്ധയോടെ ധ്യാനിക്കണം, എത്രയോ ശ്രദ്ധയോടെ നെഞ്ചിലേറ്റു വാങ്ങണം. ഈ വചനത്തെ നമ്മൾ സൂക്ഷ്മതയോടെ പഠിക്കണം. വചനം പറയുന്നു, ഞാനും നിങ്ങളും യേശുവിനെ അറിഞ്ഞവർ നമ്മൾ പാപം ചെയ്യുമ്പോൾ യേശു വീണ്ടും കുരിശുമരണത്തിന്റെ വേദന അനുഭവിക്കുന്നുവെന്ന്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 27-ാം തിരുവചനത്തിൽ ഇവിടുന്ന് പറയുന്നുണ്ട്, അവർ മുഖമല്ല പൃഷ്ഠമാണ് എൻ്റെ നേരെ തിരിച്ചിരിക്കുന്നത്, എന്നിട്ടും അനർത്ഥം വരുമ്പോൾ അവർ എൻ്റെ അടുത്ത് വന്ന് അപേക്ഷിക്കുന്നു. തൻ്റെ ജനത്തിൻ്റെ മനോഭാവത്തെ ദൈവമായ കർത്താവ് വേദനയോട് അവതരിപ്പിക്കുകയാണ്. മുഖം അല്ല അവർ ദൈവത്തിൻ്റെ നേരെ തിരിച്ചിരിക്കുന്നത്, പുറകുവശമാണ്, പൃഷ്ഠമാണ്, വിസർജിക്കുന്ന ഭാഗമാണ് അവർ ദൈവത്തിൻ്റെ നേരെ തിരിച്ചു വച്ചിരിക്കുന്നത്. കർത്താവ് ഒത്തിരി വേദനയോടെ സംസാരിക്കുകയാണ്. മനുഷ്യന്റെ പാപത്തെ നോക്കി വേദനിക്കുന്ന ഒരു ദൈവം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19 മുതലുള്ള തിരുവചനങ്ങൾ ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന പാപങ്ങൾ എന്താണ്? അവ ഗലാത്യർ 5:19 ഇങ്ങനെ പറയുന്നു: വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയചിന്ത, വിദ്വേഷം, മദ്യപാനം, മദിരോത്സവം, ഇവയും എതിർശമായ മറ്റു പ്രവർത്തികളുമാണ്. ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല എന്ന താക്കീത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. They will never inherit the kingdom of God. ദൈവത്തിന്റെ രാജ്യത്തെ സ്വന്തമാക്കാൻ പറ്റുന്നില്ല. അതിലുപരി ഈ പാപങ്ങൾ ചെയ്യുന്നവർ കർത്താവിനെ കുരിശിൽ തറയ്ക്കുന്നു. ബൈബിൾ നമ്മൾ വായിച്ചു പോകുമ്പോൾ ചുമ്മാ വായിച്ചു പോകരുത്. കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് ഒരു ചടങ്ങ് പോലെ ഒരു അധ്യായം മാത്രം പിള്ളേരെ കൊണ്ട് വായിപ്പിച്ചങ്ങ് പോകരുത്. വായിച്ച ധ്യാനം, ആ ഭാഗം നമ്മൾ ധ്യാനിക്കണം. കർത്താവേ, ഇന്ന് എന്നോട്, എൻ്റെ കുടുംബത്തോട് അങ്ങ് എന്താണ് സംസാരിക്കുന്നത്? ഞാൻ അങ്ങേ കുരിശിൽ തറയ്ക്കുന്ന വ്യക്തിയാണോ? ഞാൻ അങ്ങയുടെ പുറത്ത് തുപ്പുന്ന വ്യക്തിയാണോ? ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ആണിയടിക്കുന്ന വ്യക്തിയാണോ? ഈ പറഞ്ഞ പാപങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴും കർത്താവിനെ വേദനിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ മകനും മകളുമായി തീരാൻ ഭാഗ്യം കിട്ടിയ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണരുക, അനുതപിക്കുക, അന്ധകാരത്തെ ഉപേക്ഷിക്കുക, പ്രകാശത്തിന്റെ വഴിയിലേക്ക് കടന്നു വരിക. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ പ്രിയപ്പെട്ട ഭാര്യമാരെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് എപ്പോഴാണ്? നാട്ടുകാർ നിങ്ങളെ ചീത്ത വിളിക്കുമ്പോഴാണോ? നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ വേദനിപ്പിക്കുമ്പോഴാണോ? നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ വേദനിപ്പിക്കുമ്പോഴാണ് ഉത്തരം പറയും. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ ഒത്തിരി സ്നേഹമാണ്, ഇഷ്ടമാണ്. ഇഷ്ടമുള്ളവർ വേദനിപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയം തകർന്നു പോകുന്നു. യേശുവിനെ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് യേശുവിനെ അറിയാത്തവർ പാപം ചെയ്യുമ്പോഴല്ല, നമ്മുടെ പാപമാണ് കർത്താവിനെ ഏറ്റവും കൂടുതൽ മുറിക്കുന്നതെന്ന് ബൈബിൾ പറയുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കണമേ. രണ്ടാമതായി, കർത്താവിൻ്റെ ഹൃദയത്തെ തകർത്ത് കളയുന്നത് എന്താണ്? അത് അവഗണന എന്ന് പറയുന്ന നമ്മുടെ അവസ്ഥയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ എന്നെ ഓർക്കുകയോ എന്നെപ്പറ്റി ചിന്തിക്കുകയോ ചെയ്യാത്തത് എന്തുകൊണ്ട്? മക്കളെ, സഭയെ, എൻ്റെ ശരീരമേ, എന്നിൽ വിശ്വസിക്കാൻ ഭാഗ്യം കിട്ടിയവരെ, എൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവരെ, എൻ്റെ അഭിഷേകം ഏറ്റുവാങ്ങിയവരെ, എൻ്റെ ആത്മാവിനെ സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടിയവരെ, നിങ്ങൾ എന്നെ ഓർക്കുകയോ എന്നെപ്പറ്റി ചിന്തിക്കുകയോ ചെയ്യാത്തത് എന്തുകൊണ്ട്? ജെറമിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 32-ാം തിരുവചനത്തിൽ അവിടുന്ന് പറയുന്നു, യുവതി തന്റെ ആഭരണവും മണവാട്ടി തന്റെ വിവാഹ വസ്ത്രവും മറക്കാറുണ്ടോ? എന്നിട്ടും എണ്ണമറ്റ ദിനങ്ങളായി എൻ്റെ ജനം എന്നെ മറന്നിരിക്കുന്നു. കർത്താവ് ചോദിക്കുകയാണ്, ഒരു യുവതിക്ക് തന്റെ സ്വർണ്ണാഭരണങ്ങൾ മറക്കാൻ പറ്റുമോ?
ഒരു മണവാട്ടിക്ക് തൻ്റെ വിവാഹ വസ്ത്രം മറക്കാൻ പറ്റുമോ? വിവാഹ ദിനം അടുത്തു വരുംതോറും അവൾ ആ വിവാഹ വസ്ത്രം സൂക്ഷിച്ചു വയ്ക്കുന്നു. ഒരു കറയോ ചുളിവോ അഴുക്കോ പറ്റാതെ അവൾ അതിനെ സൂക്ഷിച്ചു വയ്ക്കുന്നില്ലേ? കർത്താവ് ചോദിക്കുന്നു, എന്തുകൊണ്ട് എൻ്റെ ജനം എന്നെ മറക്കുന്നു? എണ്ണമറ്റ ദിനങ്ങളായി എന്നെ മറക്കുന്നു. ഇന്ന് കർത്താവിൻ്റെ ഹൃദയത്തെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് കർത്താവിനോടുള്ള അവഗണന. കർത്താവിൻ്റെ ഫോട്ടോ നമ്മൾ വച്ചിട്ടുണ്ട്, മെഴുകുതിരി നമ്മൾ കത്തിച്ചിട്ടുണ്ട്, ലൈറ്റ് വച്ചിട്ടുണ്ട്, നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ട്, നമ്മൾ ക്രിസ്ത്യാനികളെന്ന് അഭിമാനിച്ച് ജീവിക്കുന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് സ്ഥാനമില്ല. 20-ാം നൂറ്റാണ്ടിനെ പറ്റി ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവിൻ്റെ അടുത്തിരിക്കാൻ സമയമില്ലാത്ത ഒരു യുഗം, ഒരു കാലഘട്ടം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചുറ്റിലും നോക്കുമ്പോൾ നമ്മുടെ മുഴുവൻ ശ്രദ്ധയും പിടിച്ചെടുത്തിരിക്കുന്നത് മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു വില്ലനാണ്. ഞാൻ മൊബൈൽ ഫോണിന് എതിരല്ല, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. മൊബൈൽ ഫോൺ കൊണ്ട് ഒരുപാട് പ്രയോജനമുണ്ട്. എന്നാൽ പൗലോസിന്റെ വാക്കുകൾ ഞാൻ കടമെടുക്കുകയാണ്. എല്ലാം എനിക്ക് പ്രയോജനകരമാണ്, എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാറ്റിനും സമയമുണ്ട്. മൊബൈൽ ഫോണിൽ ഒരുപാട് സമയം ചെലവഴിക്കാൻ നമുക്ക് സമയമുണ്ട്. പല പല സൈറ്റുകൾ നമ്മൾ മാറി മാറി കയറുന്നു. ഒരുപാട് സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും നമ്മൾ ഫോൺ ചെയ്യുന്നു. ഫോണിൽ നമ്മൾ ഒരുപാട് നേരം സംസാരിക്കുന്നു. ഫോൺ കോളുകൾ ഇല്ലാത്ത സമയത്ത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഫോണുകളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊന്നുമില്ലാത്ത ചില സഹോദരിമാർ മക്കളിൽ മാത്രം ആനന്ദം കണ്ടെത്തുന്നു. അവർ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു. മക്കളെപ്പറ്റി മാത്രമാണ് അവരുടെ സ്വപ്നം. കർത്താവിനെ അവർ അവഗണിച്ചു കളയുന്നു. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 29-ാം തിരുവചനത്തിൽ അങ്ങനെയുള്ള സഹോദരന്മാരോടും സഹോദരിമാരോടും ദൈവമായ കർത്താവ് ഒരു ചോദ്യം ചോദിക്കുന്നു: നിങ്ങൾ എന്നേക്കാൾ അധികമായി നിങ്ങളുടെ മക്കളെ ബഹുമാനിക്കുന്നത് എന്തുകൊണ്ട്? 1 സാമുവേൽ 1:29. നിങ്ങൾ എന്നേക്കാൾ അധികമായി നിങ്ങളുടെ മക്കളെ ബഹുമാനിക്കുന്നത് എന്തുകൊണ്ട്? പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിന് മാറ്റമില്ല എന്ന് ഓർക്കണമേ. കർത്താവിന്റെ ചോദ്യം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് പോലെ കടന്നു വരികയാണ്. പാറയെ തകർക്കുന്ന കൂടമായി കടന്നു വരികയാണ്. കുട്ടികൾ സ്കൂളിൽ 1-ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതുമ്പോൾ തന്നെ ഏതാണ്ട് ലോകാവസാനമായെന്നുള്ള മട്ടിൽ ജീവിതം മുഴുവൻ ബലിയായി അർപ്പിച്ചുകൊണ്ട് 1-ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് വേണ്ടി പുറകിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട്. ഇന്ന് എന്താണ് വളരെ വിഷമിച്ചിരിക്കുന്നത്? എന്താണ് സഹോദരി ഇത്ര വിഷമം? ഞാനിന്ന് ഉപവാസമാണ്. എന്താണ് ഉപവസിക്കാൻ കാരണം? 1-ാം ക്ലാസ്സിലെ കൊച്ചിന്റെ പരീക്ഷയാണ്. പ്രിയപ്പെട്ടവരെ, കേട്ടാൽ നല്ല രസമാണ്, പക്ഷേ മക്കൾ പലപ്പോഴും നമുക്ക് വിഗ്രഹങ്ങളായി മാറുന്നില്ലേ? മക്കളെ നമ്മൾ പഠിപ്പിക്കണം കേട്ടോ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ, പക്ഷേ കർത്താവിന്റെ കൂടെ നിങ്ങൾ ഇരിക്കുന്നുണ്ടോ? അതാണ് ചോദ്യം. കർത്താവിനെ നിങ്ങൾ അവഗണിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മൾ അതിന് വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും. എന്തുകൊണ്ട് നീ എന്നെ അവഗണിക്കുന്നു? യേശയ്യായുടെ പുസ്തകം 54-ാം അധ്യായം 5-ാം തിരുവചനം കർത്താവ് പറയുന്നു: നിന്റെ സ്രഷ്ടാവായ ഞാൻ ആണ് നിന്റെ ഭർത്താവ്. നിന്റെ സ്രഷ്ടാവാണ് നിന്റെ ഭർത്താവ്. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് അവഗണിക്കപ്പെടേണ്ടവനല്ല. എല്ലാ ആരാധനയ്ക്കും അവിടെ നിന്ന് യോഗ്യനാണ്. മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു രംഗം കാണുന്നുണ്ട്. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. കർത്താവിന്റെ കൂടെ ശിഷ്യന്മാർ വള്ളത്തിൽ കയറുകയാണ്. വഞ്ചി അക്കരയ്ക്കോട്ട് പോകാൻ സമയത്ത് പത്രോസും കൂട്ടുകാരും കൂടെ തുഴ കയ്യിലെടുത്തു. അവർ വഞ്ചി തുഴയാൻ നേരത്ത് മരിയ വൾത്തോർത്ത എഴുതിയ പുസ്തകത്തിൽ ദൈവമനുഷ്യന്റെ സ്നേഹഗീതയിൽ ഈ സംഭവത്തെ പറ്റി മനോഹരമായി പറഞ്ഞിരിക്കുന്നു. കർത്താവ് വള്ളത്തിലോട്ട് കയറിയതും പത്രോസ് ഒരു തലയണയും ഒരു പുതപ്പും കൂടി കർത്താവിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ്: കർത്താവെ, നീ ഒരു ആശാരിയല്ലേ, നിനക്ക് തുഴയാനൊന്നും അറിഞ്ഞുകൂടാ. ഈ തുഴയൽ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് നീ ഇനി യാതൊന്നിനെ പറ്റിയും ചിന്തിക്കണ്ട, നല്ല സുഖമായിട്ട് കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങിക്കോ. വള്ളത്തിൽ കർത്താവ് കയറിയോ എന്ന് ചോദിച്ചാൽ കയറി. വള്ളത്തിൽ കർത്താവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. വള്ളത്തിന്റെ നിയന്ത്രണം കർത്താവിന് കൊടുത്തോ എന്ന് ചോദിച്ചാൽ ഇല്ല. വള്ളത്തിൽ കർത്താവിന് എന്തെങ്കിലും റോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ആരെങ്കിലും കർത്താവിനോട് മിണ്ടുന്നുണ്ടോ? ഇല്ല. സംസാരിക്കുന്നുണ്ടോ? ഇല്ല. കൂട്ടായ്മ ആചരിക്കുന്നുണ്ടോ? ഇല്ല. കർത്താവിനെ അവർ ഉറക്കിക്കിടത്തി. യേശു നമ്മുടെ ഉള്ളിലുണ്ടോ? ഉണ്ട്. ക്രിസ്ത്യാനിയാണോ? ആണ്. യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ? ആണ്. യേശുവിന് ഹൃദയം കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. കുർബാന സ്വീകരിക്കുന്നുണ്ടോ? ഉണ്ട്. വചനം വായിക്കുന്നുണ്ടോ? ഉണ്ട്. പക്ഷേ കർത്താവിനോട് കൂട്ടായ്മയില്ല.
കർത്താവിനോട് ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചിട്ട് നാളുകൾ ഒത്തിരിയായി. ഒരു 10 മിനിറ്റ് നേരം കർത്താവിനെ ആരാധിച്ചിട്ട് നാളുകൾ ഒത്തിരിയായി. കർത്താവിനെ സ്തുതിച്ചിട്ട് നാളുകൾ ഒത്തിരിയായി. ആ പാദപീഠത്തിങ്കൽ ഇരുന്നിട്ട് നാളുകൾ ഒത്തിരിയായി. ബാക്കി എല്ലാത്തിനും സമയമുണ്ട്. ഇതാ പത്രോസും കൂട്ടുകാരും വള്ളത്തിലേക്ക് കയറിയ കർത്താവിനെ അവഗണിച്ചു കളഞ്ഞു. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവിനെ അവഗണിച്ചു കഴിഞ്ഞാൽ ആ വള്ളത്തിൽ കൊടുങ്കാറ്റടിക്കുക തന്നെ ചെയ്യും. കർത്താവിനെ ഉറക്കിക്കിടത്തി അവഗണിച്ച് കളഞ്ഞ വള്ളത്തിലേക്ക് കൊടുങ്കാറ്റും തിരമാലകളും പേമാരിയും സുനാമി തിരകളും ശക്തമായിട്ട് കടന്നു വന്നു. കർത്താവിനെ അവഗണിച്ചുകൊണ്ട് പിന്നീട് അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചില്ല. അവർ ഉച്ചത്തിൽ നിലവിളിച്ചു, ഗുരുവേ എഴുന്നേൽക്കണമേ, ഞങ്ങൾ നശിക്കാൻ പോകുന്നു. അതായത് പത്രോസ് പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്: കർത്താവേ, നിന്നെ ഞങ്ങൾ അവഗണിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നശിക്കാൻ പോകുന്നു. നിന്നെ ഞങ്ങൾ ഇഗ്നോർ ചെയ്തപ്പോൾ ഞങ്ങൾ നശിക്കാൻ പോകുന്നു. നിനക്ക് ഞങ്ങൾ സ്ഥാനം നൽകാതിരുന്നപ്പോൾ ഞങ്ങൾ നശിക്കാൻ പോകുന്നു. പ്രിയപ്പെട്ട കുടുംബങ്ങളെ, നിങ്ങളുടെ കുടുംബങ്ങൾ നാശത്തിന്റെ വക്കിലാണോ? പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ എന്തെല്ലാം ചെയ്തിട്ട് നിങ്ങളുടെ മക്കൾ നാശത്തിന്റെ വക്കിലാണോ? ഒറ്റ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ വചനം തിരുവചനം ശുശ്രൂഷയിൽ. നിങ്ങൾ കർത്താവായ യേശുവിനെ അവഗണിച്ചിട്ടിരിക്കുകയാണോ? കർത്താവിനെ നിങ്ങൾ മൈൻഡ് ചെയ്യാതിട്ടിരിക്കുകയാണോ? എങ്കിൽ അനുദപിക്കേണ്ട സമയമാണ്. ഗുരുവേ എഴുന്നേൽക്കുക എന്ന് പറയേണ്ട സമയമാണ്. മാർപ്പാപ്പയെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നിട്ട്, നമ്മുടെ രൂപതയുടെ ബിഷപ്പിനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട്, നമ്മുടെ വികാരിയച്ഛനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ആരും ഒന്നും മിണ്ടുന്നില്ല എങ്കിൽ അവർക്ക് എത്രമാത്രം വേദന തോന്നും. ആരും സംസാരിക്കുന്നില്ല, ആരും തിരിഞ്ഞു നോക്കുന്നില്ല. മുമ്പിലത്തെ മുറിയിൽ അങ്ങനെ ഇരുത്തിയിരിക്കുകയാണ്, പിന്നെ ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, എത്രയോ വേദനാജനകമാണ്. നിങ്ങളെ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അവരുടെ കുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് വിളിച്ചു, ജന്മദിനത്തിന് വിളിച്ചു. നിങ്ങൾ അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാവരോടും സംസാരിക്കുന്നു, ബാക്കി എല്ലാവരെയും മൈൻഡ് ചെയ്യുന്നു. നിങ്ങളെ മാത്രം ആരും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ അവഗണിക്കപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾക്ക് എത്രമാത്രം വേദനയുണ്ടാകും, നിങ്ങൾക്ക് എത്രമാത്രം നൊമ്പരമുണ്ടാകും, എത്രമാത്രം ദുഃഖമുണ്ടാകും. നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ അവിടെ നിന്ന് വരുമ്പോൾ ഇങ്ങനെ പറയും, ഇനി ഒരിക്കലും ഇവരുടെ വീട്ടിലേക്ക് പോകരുത് എന്ന് പറഞ്ഞിട്ടായിരിക്കില്ല നിങ്ങൾ വരുന്നത്. അവഗണനയുടെ വേദന വളരെ വലുതാണ്. ലൂക്കാ സുവിശേഷം 7-ാം അധ്യായത്തിൽ ഒരു ഫരിസേയൻ യേശുവിനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഭക്ഷണത്തിന് ക്ഷണിച്ചു. നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. യേശുവിനെ ക്ഷണിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം യേശുവിനെ അവഗണിച്ചു കളഞ്ഞു. യേശു വളരെ വേദനയോടെ പറയുന്ന ഒരു കാര്യമുണ്ട്: ശിമയോനെ, നീ നിന്റെ വീട്ടിലേക്ക് എന്നെ ഭക്ഷണത്തിന് ക്ഷണിച്ചു, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചു. പക്ഷേ ഞാൻ വന്നപ്പോൾ കാൽ കഴുകുവാൻ നീ എനിക്ക് വെള്ളം തന്നില്ല, നീ എനിക്ക് ചുംബനം തന്നില്ല, നീ എൻ്റെ തലയിൽ പുരട്ടാൻ തൈലം തന്നില്ല. എന്ന് വെച്ചാൽ ശിമയോനെ, നീ എന്നെ വിളിച്ചു, പക്ഷെ നീ എന്നെ അവഗണിച്ചു. നീ എന്നെ വേണ്ടതുപോലെ ബഹുമാനിച്ചില്ല. ദൈവമായ ഞാൻ മനുഷ്യനായി കടന്നു വന്നാണെന്ന് നീ ഓർത്തില്ലേ? എന്തുകൊണ്ടാണ് നീ എന്നെ അവഗണിച്ച് കളഞ്ഞത്? എന്നാൽ ദൂരെ എവിടെ നിന്നോ വന്ന പാപിനിയായ സ്ത്രീ അവളുടെ കണ്ണുനീര് കൊണ്ട് എൻ്റെ പാദങ്ങൾ കഴുകി. അവൾ എന്നെ ചുംബിച്ചു, അവളുടെ മുടി കൊണ്ട് തുടച്ചു, അവൾ എന്നെ ആരാധിച്ചു, അവൾ എൻ്റെ തലയിൽ തൈലം പുരട്ടി, അവൾ എന്നെ മാനിച്ചു. നീയോ എന്നെ അവഗണിച്ചു കളഞ്ഞു. കർത്താവ് സ്നേഹത്തോടെ നമ്മളെ വിളിക്കുന്നു. നാം കർത്താവിനെ അവഗണിച്ച് കളഞ്ഞ വ്യക്തിയാണെങ്കിൽ, കർത്താവിൻ്റെ ഹൃദയം അതുമൂലം തകർന്നിട്ടുണ്ടെങ്കിൽ, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പറയണം, കർത്താവേ, നിന്നെ ഞാൻ അവഗണിച്ചിട്ടുണ്ട്, മാപ്പ് ചോദിക്കുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കൽ കൂടി നീ വരുമോ? രാജാവായി നീ വരുമോ? കർത്താവായി അങ്ങ് വരുമോ? അധിപനായി അങ്ങ് വരുമോ? എൻ്റെ ജീവിതത്തിൻ്റെ തുഴ പങ്കായം ഞാൻ അങ്ങ് ഏൽപ്പിക്കുന്നു. നിയന്ത്രണം ഏറ്റെടുക്കുന്ന നാഥനായി എൻ്റെ ജീവിതത്തിലേക്ക് നീ വരുമോ? മൂന്നാമതായി, കർത്താവിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നത് ചീറ്റിംഗ് അഥവാ വഞ്ചന എന്ന് പറയുന്ന അവസ്ഥയാണ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 6 മുതൽ തിരുവചനങ്ങളിൽ കർത്താവ് ചോദിക്കുന്നു, അവിശ്വസ്തയായ ഇസ്രായേൽ എന്താണ് ചെയ്യുന്നതെന്ന് നീ കണ്ടോ? എല്ലാ ഉയർന്ന കുന്നുകളുടെ മുകളിലും എല്ലാ പച്ചമരങ്ങളുടെ ചുവട്ടിലും അവൾ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു. ഇതെല്ലാം ചെയ്തതിന് ശേഷവും അവൾ തിരിച്ചു വരുമെന്ന് ഞാൻ കരുതി, എന്നാൽ അവൾ വന്നില്ല. ദൈവമായ കർത്താവ് വേദനയോടെ ചോദിക്കുകയാണ്, ഇസ്രായേൽ ചെയ്തത് കണ്ടോ? ഞാനാണ് അവളുടെ ഭർത്താവ്, ഞാനാണ് അവളുടെ മണവാളൻ. എന്നെ വിട്ടിട്ട് അവൾ മറ്റുള്ളവരുടെ പുറകെ പോയി. പ്രിയപ്പെട്ടവരെ, ഒരു ഭാര്യ അവൾക്ക് ഭർത്താവ് ഉണ്ടായിരിക്കെ അന്യ പുരുഷനെ ഹൃദയത്തിൽ കൊണ്ടു നടന്നാൽ തന്നെ അവളെ വ്യഭിചാരിണി എന്നാണ് ബൈബിൾ വിളിക്കുന്നത്. അന്യ പുരുഷനോട് ചേർന്നാൽ അവൾ പ്രോസ്റ്റിറ്റ്യൂട്ടാണ്, അവൾ വേശ്യയാണ്, അങ്ങനെ ബൈബിൾ വിളിക്കുന്നു. എന്താണ് ഇവിടത്തെ ചീറ്റിംഗ് അഥവാ വഞ്ചന? എന്താണ് ആത്മീയ വ്യഭിചാരം?
നമ്മിൽ പലരും വിഗ്രഹങ്ങളെ ആരാധിക്കാത്തവരാണ്, അന്യദൈവ ആരാധന നടത്താത്തവരാണ്. സമ്മതിച്ചു, വളരെ നല്ലത്. എന്നാൽ ലോകത്തോടുള്ള എന്റെയും നിങ്ങളുടെയും ബന്ധം എന്താണ്? അതാണ് കർത്താവ് ചോദിക്കുന്നത്. നമുക്ക് ദൈവമായ കർത്താവാണോ നമ്മുടെ ഭർത്താവ്, അതോ ലോകമാണോ നമ്മുടെ ഭർത്താവ്? അതോ യേശു നമ്മുടെ മണവാളനായിരിക്കെ നമുക്ക് മറ്റൊരു സ്നേഹിതൻ, ഒരു ലവർ, ഒരാൾ കൂടി, ഒരു ജാരനായി നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടോ? യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 15-ാം തിരുവചനം, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ലോകത്തെ സ്നേഹിക്കുന്നവനിൽ പിതാവിന്റെ സ്നേഹം വസിക്കുന്നില്ല. കണ്ണുകളുടെ ദുരാസക്തി, ജഡത്തിന്റെ ദുരാസക്തി, ജീവിതത്തിന്റെ അഹന്ത, ഇതെല്ലാം ലോകത്തിൽ നിന്നുള്ളതാണ്. ലോകവും അതിന്റെ മോഹങ്ങളും കടന്നു പോകുന്നു. ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. എന്താണ് കർത്താവ് പഠിപ്പിക്കുന്നത്? ലോകത്തെ സ്നേഹിക്കാൻ പാടില്ല. ലോകത്തെപ്പറ്റി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ലോകത്തിലായിരുന്നു കൊണ്ട് ലോകത്തിൻ്റെതല്ലാത്ത മട്ടിൽ ജീവിക്കണം. ലോകത്തിന്റെ വെളിച്ചമായിരിക്കണം, ലോകത്തിന്റെ ഉപ്പായിരിക്കണം. ലോകം നമ്മളെ തൊടാതെ ജീവിക്കണം. ലോകത്തിന് യേശുവിനെ നൽകണം. ലോകത്തിൽ സ്വർഗത്തിന്റെ സാക്ഷികളായി ജീവിക്കണം. ലോകവുമായിട്ട് കൂട്ടുകെട്ടിൽ ഏർപ്പെടരുത്. ലോകത്തിലെ വസ്തുക്കളെ ഉപയോഗിക്കാം, എന്നാൽ ലോകത്തിലെ വസ്തുക്കളെ സ്നേഹിക്കരുത്. വസ്തുത ഇങ്ങനെയായിരിക്കെ ലോകത്തിലെ മനുഷ്യർ ചെയ്യുന്നതെല്ലാം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ലോകത്തിലെ മനുഷ്യർ പ്രയോറിറ്റി കൊടുക്കുന്നതിന് നമ്മളും പ്രയോറിറ്റി കൊടുക്കുന്നു, മുൻഗണന കൊടുക്കുന്നു. നമ്മുടെ കാഴ്ചപ്പാടുകൾ ലോകത്തിന്റെ മനുഷ്യരുടെ കാഴ്ചപ്പാടുകൾ പോലെ തന്നെ. നമുക്ക് സ്വർഗത്തെ നോക്കാൻ സാധിക്കുന്നില്ല, ഉന്നതത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ സാധിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ലോകവും നമ്മളുമായി മൈത്രിയിലായി പോയി. ഞാനും നിങ്ങളും റോഡിലൂടെ നടന്നു പോകുമ്പോൾ, ജോലി സ്ഥലത്ത് പോകുമ്പോൾ, ലോകത്തിലെ മനുഷ്യരും നമ്മളുമായി, നമ്മളെ കാണുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? നമ്മുടെ മുഖത്ത് നോക്കുമ്പോൾ സ്വർഗത്തിന്റെ പ്രകാശം അവർക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതോ നമ്മളെ കാണുമ്പോഴും ലോകത്തിലെ മനുഷ്യരെ കാണുമ്പോഴും ഒരുപോലെ ഇരിക്കുകയാണോ? നമ്മുടെ കയ്യിലുള്ള കൊന്തയിലെ കുരിശ് കാണുമ്പോഴാണോ നമ്മൾ ക്രിസ്ത്യാനിയാണെന്ന് അവർ അറിയുന്നത്? അതോ നമ്മുടെ പേര് കേൾക്കുമ്പോഴാണോ? അതോ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കർത്താവിന്റെ മകനാണെന്ന് അവർ അറിയുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, എൻ്റെ ഒരു സ്നേഹിതൻ ഒരിക്കൽ ജർമ്മനിയിൽ നിന്നും പ്ലെയിനിൽ യാത്ര ചെയ്യുകയാണ്. അവൻ പ്ലെയിനിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ബൈബിള് വായിക്കുന്നു. ആൾക്കാരൊക്കെ സിനിമ കണ്ട് രസിച്ച് യാത്ര ചെയ്യുമ്പോൾ അവൻ കൊന്ത ചൊല്ലുന്നു, ബൈബിള് വായിക്കുന്നു, കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നു. കുറേ സമയമായിട്ട് എയർ ഹോസ്റ്റസുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറെ കഴിഞ്ഞപ്പോൾ 2 എയർ ഹോസ്റ്റസുകൾ അവൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ആർ യു എ ക്രിസ്ത്യൻ? നീ യേശുവിൻ്റെ മകനാണോ? അവൻ സന്തോഷത്തോടെ, അഭിമാനത്തോടെ പറഞ്ഞു, യെസ്, ഐ ആം എ ക്രിസ്ത്യൻ, ഞാൻ യേശുവിൻ്റെ മകനാണ്. പ്രിയപ്പെട്ടവരെ, ഒരു വാക്ക് പോലും പറയാതെ അവിടെ ഇരുന്നിട്ടും അവന്റെ പെരുമാറ്റമായ എയർ ഹോസ്റ്റസുകളെ സ്വാധീനിക്കുകയാണ്, സ്പർശിക്കുകയാണ്. ലോകത്തെ സ്നേഹിക്കാത്ത ഒരു മനുഷ്യൻ, ലോകത്തോടുള്ള നമ്മുടെ സ്നേഹം മൂലം, ചപ്പ് ചവറ് സംസാരങ്ങൾ മൂലം, കണ്ണിൽ കണ്ടത് മുഴുവൻ കണ്ണിലൂടെ വലിച്ചു കയറ്റുന്നത് മൂലം, ലോകത്തിന്റെ സകല മാലിന്യങ്ങളും സെപ്റ്റിക് ടാങ്ക് പോലെ നമ്മുടെ ഉള്ളിലേക്ക് കണ്ണുകളിലൂടെ കയറി മുഴുവൻ അശുദ്ധി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കർത്താവ് പറയുന്നു, മക്കളെ, നിങ്ങളുടെ ലോക സ്നേഹം ഉപേക്ഷിക്കുക. 4-മതായിട്ട് കർത്താവിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നത് അവിശ്വാസം എന്ന് പറയുന്ന അവസ്ഥയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പലപ്പോഴും ധ്യാനാവസരത്തിൽ കാണാറുണ്ട്, വളരെ വേദനിച്ചിരിക്കുന്ന ഒരു സഹോദരിയോട് നമ്മൾ ചോദിക്കുകയാണ്, എന്താണ് മുഖത്ത് വലിയ വേദന കാണുന്നു? മാറ്റി നിർത്തിയിട്ട് ആ സഹോദരി പറയും, ഡോക്ടറെ, എൻ്റെ ഭർത്താവിന് എന്നെ വിശ്വാസമില്ല, എൻ്റെ ഭർത്താവിന് എന്നെ സംശയമാണ്, എൻ്റെ ഭർത്താവിന് എന്നെ വിശ്വസിച്ച് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, എൻ്റെ ഹൃദയം തകർന്നു പോകുന്നു, എനിക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നില്ല, എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു, എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല, എൻ്റെ വിശപ്പ് പോയി, എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു സഹോദരനോട് ചോദിക്കുകയാണ്, സഹോദര, എന്തേ ഇത്രമാത്രം വിഷമം മുഖത്ത്? ആരെങ്കിലും മരിച്ചു പോയോ? അദ്ദേഹം ഉടനെ പറയും, ഡോക്ടറെ, ആരെങ്കിലും മരിച്ചു പോയെങ്കിൽ ദുഃഖമുണ്ടാവും, പക്ഷെ ഇത്രയില്ല. എൻ്റെ ഭാര്യയ്ക്ക് എന്നെ സംശയമാണ്, എൻ്റെ ഭാര്യ എന്നെ വിശ്വസിക്കുന്നില്ല, എന്നെ വിശ്വാസത്തോടെ കാണാൻ അവൾക്ക് പറ്റുന്നില്ല. ഒരു ഭാര്യയുടെ വേദന, ഭർത്താവിന്റെ വേദന. മണവാട്ടിയായ ഞാനും നിങ്ങളും കർത്താവിന്റെ വചനത്തെ സംശയിക്കുമ്പോൾ, കർത്താവിനെ വിശ്വസിക്കാതിരിക്കുമ്പോൾ കർത്താവിന്റെ ഹൃദയം തകരുന്നു. ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 6-ാം തിരുവചനം, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല.
ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നവർ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കിട്ടുമെന്നും ഉറച്ചു വിശ്വസിക്കണം. ഹെബ്രായർ 11:1 വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. യോഹന്നാന്റെ സുവിശേഷം 11:40 കർത്താവായ യേശു മാർത്തയോട് പറയുന്നു, മാർത്ത മാർത്ത, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകർക്ക് ദൈവത്തിന്റെ മഹത്വം കാണാൻ സാധിക്കാത്തത് വിശ്വസിക്കാത്തത് കൊണ്ടാണ്. എല്ലാം ബുദ്ധി കൊണ്ട് അളക്കുന്ന ഒരു ക്രിസ്തീയ ലോകം, എല്ലാം ലോജിക്ക് വെച്ച് ചിന്തിക്കുന്ന ഒരു ക്രിസ്തീയ ലോകം. കർത്താവിന്റെ മക്കളെന്ന് അഭിമാനിക്കുന്നവർ കർത്താവിന്റെ വചനത്തെയും കർത്താവിന്റെ പദ്ധതികളെയും വിശ്വസിക്കാത്തത് കർത്താവിനെ തകർത്ത് കളയുന്നു. തോമാ, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമുക്ക് കർത്താവിനെയും അവിടുത്തെ വചനത്തെയും കണ്ണുമടച്ച് വിശ്വസിക്കാം. സംശയിച്ച നിമിഷങ്ങൾക്ക് മാപ്പ് ചോദിക്കാം. യേശുവേ, നിന്റെ ഹൃദയത്തെ ഞങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ട്, നിന്നെ ഞങ്ങൾ കുരിശിൽ തറച്ചിട്ടുണ്ട്, നിന്നെ ഞങ്ങൾ സംശയിച്ചു, ലോകത്തെ ഞങ്ങൾ സ്നേഹിച്ചു, നിന്നെ ഞങ്ങൾ അവഗണിച്ചു. മാപ്പ് ചോദിക്കുന്നു. അവിടെ രക്തം കൊണ്ട് ഇപ്പോൾ തന്നെ ഞങ്ങളെ കഴുകണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടെ രാജാവായി നിറയണമേ. കൃപ നൽകണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.